ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് പകരം വീട്ടാൻ കാലം അധികം വൈകില്ല. മൂവർണ്ണ കൊടി കട്ടായോ. ജയ് കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സുജിത്ത് എന്ന് പറയുന്ന എല്ലാ രംഗത്തും, സാമൂഹിക സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലെല്ലാം ആ നാട്ടിൽ അറിയപ്പെടുന്ന, ആ നാട്ടിൽ സ്വീകാര്യനായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ അതിഭീകരമായാണ് അവിടെ SI ഉൾപ്പെടെയുള്ള പോലീസുകാരുൾപ്പെടെയുള്ള SI ഉൾപ്പെടെയുള്ള അവിടെ വന്നും പോയവരും ഉൾപ്പെടെയുള്ളവർ അതിഭീകരമായി മർദ്ദിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പ്രിയമുള്ളവരെ, അന്നു മുതൽ CCTVയുടെ ദൃശ്യങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. എന്താണ് കൊടുക്കാൻ തയ്യാറാകാഞ്ഞത് എന്നുള്ളത് CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായി. ഇത് CCTVയുള്ള ആ CCTVയിൽ ദൃശ്യങ്ങൾ പതിയുന്ന സ്ഥലത്ത് നടന്ന സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് പുറത്തു കാണാൻ വേണ്ടി സാധിച്ചതെങ്കിൽ CCTV ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുജിത്തിന്റെ വിവരണത്തിലൂടെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പോലീസ് ഈ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുന്നത്? സുജിത്ത് മദ്യപിച്ചു എന്ന് ആദ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മദ്യപിക്കാത്ത, അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. അദ്ദേഹത്തെ മദ്യപിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മർദ്ദിക്കുന്നത്. ഒരിക്കലും ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരു വ്യക്തിയെ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് മർദ്ദിക്കുന്നത് എങ്കിൽ എവിടുത്തെ പോലീസാണ്? എന്താണ് പോലീസുകാർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇത്ര ക്രൂരവും ഭീകരവും നിന്ദ്യവുമായ ആക്രമണം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും പോലീസുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവരെ അവരുടെ ജോലിയിൽ നിന്നും പുറത്താക്കണം. അല്ലെങ്കിൽ പുറത്താക്കുന്നവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ വളരെ വ്യക്തമായി ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരുടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേതാക്കളായ കായക്കൽ രാഹുൽ, സുരേഷ് ബാബു എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് P. ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട്, ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ കൊലമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കരുതെന്ന് കെ പ്രമോദ് ആവശ്യപ്പെട്ടു. എല്ലാ കാലവും CPM ആയിരിക്കില്ല കേരളം ഭരിക്കുകയെന്നും CPMന്റെ സംരക്ഷണത്തിൽ ക്രൂരമർദ്ദനം നടത്തുന്ന പോലീസുകാർ ഇടയ്ക്കൊന്ന് ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുന്നത് നന്നാവുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെയൊക്കെ കൊച്ചനുജൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചു അവശനാക്കിയ വിവരം ആ കാലത്ത് തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. പക്ഷെ അതിന്റെ ഗൗരവം അന്ന് ആരും ഉൾക്കൊണ്ടില്ല. അവിടെയുള്ള ഒരു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ചേട്ടൻ അതിന്റെ ഒരു നിയമ പോരാട്ടം നടത്തുകയും അന്ന് പരാതി കൊടുക്കുകയും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ചെറിയ നടപടി എടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടായത്. പക്ഷെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം CCTVയുടെ ദൃശ്യങ്ങൾ ലഭ്യമായപ്പോഴാണ് സുജിത്തും വർഗീസ് ചേട്ടനും പറഞ്ഞതിലും അതിക്രൂരമായാണ് പോലീസ് സ്റ്റേഷനിലും ജീപ്പിലും വെച്ച് സുജിത്തിനെ മർദ്ദിച്ചത് എന്ന് നാം എല്ലാവരും കണ്ടു. ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ആ മർദ്ദനം കണ്ട ആർക്കും തന്നെ മാറി നിൽക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങളാണ് നിങ്ങളൊക്കെ കണ്ടത്. അതിനെതിരെയാണ് അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും SP ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസും KSU മഹിളാ കോൺഗ്രസും ഒക്കെ പ്രതിഷേധ പരിപാടികളുമായി പോകുന്നത്. സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്രൂരമായ മർദ്ദനത്തിന് സസ്പെൻഷൻ മാത്രം പോരാ, സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാമെങ്കിൽ ഈ അതിക്രൂരമായി മർദ്ദിച്ച ഈ SI അടക്കമുള്ള 4 പോലീസുകാരെയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഒന്നാമതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമതായി തൃശൂർ ജില്ലയിൽ തന്നെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഹോട്ടലിന്റെ മാനേജറെയും ജീവനക്കാരനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തെ മുഖത്തടിക്കുന്ന രംഗം ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടതാണ്. അദ്ദേഹം മുഖം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ശരിക്കും അടിക്കാൻ പോലീസുകാരൻ അങ്ങോട്ട് തടയുന്ന പോലുമില്ല. അതുകൂടാതെ 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതും CCTVയിൽ നാം കണ്ടു. പണ്ട് പറയാറുണ്ട് മുകളിലൊരാളുണ്ട്, അത് നമ്മൾ ദൈവത്തെയാണ് പറയല്. ഇപ്പൊ ദൈവം CCTVയുടെ രൂപത്തിലാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ എന്നാണ് ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ കൊലമൈത്രി പോലീസ് സ്റ്റേഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പോലീസുകാരോട് ഒന്നേ പറയാനുള്ളൂ, 9.5 വർഷം ഭരിച്ചതുകൊണ്ട് ഇനി ഒരിക്കലും ബംഗാള് പോലെ CPMന്റെ കയ്യിലായിരിക്കും കേരളം. അതുകൊണ്ട് UDFകാരെയും കോൺഗ്രസുകാരെയും എല്ലാം അടിച്ചമർത്തിക്കളയാവുന്ന വ്യാമോഹം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും വേണ്ട. അടുത്ത ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി UDF തിരിച്ചു വരും. ഇതിനൊക്കെ കാര്യങ്ങൾ അന്ന് നമുക്ക് ഇതിന്റെ എല്ലാം ഉത്തരം പറയാം. പിന്നെ വളവട്ടണം പോലീസ് സ്റ്റേഷനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. വളവട്ടണം പോലീസ് സ്റ്റേഷനിലെ ഒരു രക്തസാക്ഷിയാണ് നമ്മളെ കല്ലിക്കോടൻ രാജേഷ്. എല്ലാവർക്കും അറിയാം. അന്നേ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇതേപോലെ ഒരു വരുത്തു വന്നിരുന്നു. അത് നമ്മുടെ ഭരണത്തിലാണ്. അന്നേരം ചില പോലീസുകാർക്കും SIക്കും ഭരണമൊന്നും ഒരു പ്രശ്നമല്ല. അന്നും കല്ലിക്കോടന നമ്മളെ ഭരണത്തിൽ മർദ്ദിച്ചപ്പോൾ ഞാനും MPയും നമ്മുടെ ഇടയിലുള്ള എല്ലാ നേതാക്കന്മാരും ഇതേ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുത്തിരിപ്പ് സമരം നടത്തിയതാണ്. അക്രമം എവിടെ ഉണ്ടായാലും കോൺഗ്രസും UDFും പ്രതിരോധിക്കും. നേതാക്കളായ T ജയകൃഷ്ണൻ, ബിജു ഉമ്മർ, O നാരായണൻ, CV സന്തോഷ്, കല്ലിക്കോടൻ രാഗേഷ്, TK അജിത് കുമാർ, അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ബ്രൈറ്റ് മെഡിക്കൽസിന്റെ ഓണാശംസകൾ. എല്ലാ മരുന്നുകളും 10% വിലക്കുറവിൽ ലഭ്യം. ബ്രൈറ്റ് മെഡിക്കൽസ്, ആദിത്യ ടവർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം, കളക്ട്രേറ്റ് റോഡ്, കണ്ണൂർ.